പേരാവൂര് ഒരു കുടിയേറ്റ കർഷകരുടെ ഒരു മേഖലയാണ്. അപ്പം നിയോജക മണ്ഡലത്തിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ പപ്പയുടെ പപ്പ ഇങ്ങോട്ടേക്ക് കുടിയേറിയതാണ് മലബാർ മൈഗ്രേഷൻ ടൈമിൽ. അപ്പം നമ്മുടെ അതായത് ഒരു സാധാരണ പേരാവൂരിലെ ഒരാളിന്റെ ഒരു കൺസേൺ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്ന ടീച്ചർ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും? പേരാവൂർ എന്ന് പറയുന്നത് ശരിക്കും ഒരു കാർഷിക മേഖലയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കുടിയേറ്റക്കാർ വന്നത് കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കാനാണ്. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ഇപ്പം മറ്റ് കച്ചവടവും കാര്യവും ഒക്കെ വന്നത്. അപ്പോൾ ഞാൻ ഈ കുടിയേറ്റക്കാരുടെ ഇടയിൽ ജനിച്ചു വീണ ഒരു കുട്ടിയാണെന്ന് പറയാം. ഞങ്ങളുടെ വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വല്യച്ഛന് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർക്ക് ഒരു ചെറിയ ജോലി അന്ന് മാസത്തെ ശമ്പളം കിട്ടുന്ന ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഭേദപ്പെട്ടവരായിരുന്നു അന്ന് ഈ ഇരിട്ടി പള്ളി മഠത്തിൽ ക്രിസ്ത്യൻ പള്ളിക്ക് അടുത്താണ് ഞങ്ങളുടെ വീട്, പായം പഞ്ചായത്തിൽ. അപ്പോൾ അവിടെ ഈ വല്യച്ഛൻ ഈ മാക്കൂട്ടം എസ്റ്റേറ്റിലെ ജോലിയുള്ള ഈ വല്യച്ഛൻ അവിടെ കുറച്ച് ഭൂമി, അന്നത്തെ ലാൻഡ് ലോഡ് അപ്പുനു യജമാനൻ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പുനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. ലാൻഡ് ലോഡ്സൊക്കെ ഈ ടെനൻസിനോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നവരായിരിക്കും, പക്ഷേ അപ്പുനു യജമാനൻ ഒരു വ്യത്യസ്തനായിരുന്നു. ഞാൻ എൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ ഈ വല്യച്ഛനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമൻ ആവശ്യമുള്ളത്ര ഭൂമി അവിടെ എടുത്തോളൂ, എന്നിട്ട് വീടുണ്ടാക്കിക്കോളൂ. അങ്ങനെ ആ പറമ്പിൽ നിന്ന് തന്നെ കല്ല് വെട്ടിയെടുത്തിട്ട്, ചെങ്കല്ല് ഉണ്ടല്ലോ നമ്മുടെ ലാറ്ററേറ്റ്, അത് വെട്ടിയെടുത്തിട്ടാണ് അന്ന് കല്ല് വെച്ചിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത് അന്ന് ഭയങ്കര സംഭവമാണ്. എല്ലാവരും ഇങ്ങനെ ചെറിയ കുടിലാണ്, ഓലമേഞ്ഞ കുഞ്ഞു കുടിലുകളാണ് ചുറ്റുവട്ടത്ത്. അന്ന് 1-2 വീടുകൾ മാത്രമേ ആ പ്രദേശത്ത് കല്ല് വെച്ച വീടുള്ളൂ. ഞങ്ങളല്ലാത്ത മറ്റു വീട്ടുകാർ വലിയ പണക്കാരാണ്. ഞങ്ങളാണെങ്കിൽ അത്ര വലിയ പണക്കാരൊന്നും അല്ല. എന്നാലും കല്ലൊക്കെ വെച്ചിട്ടൊരു വീടൊക്കെ എടുത്തപ്പോൾ ആ മേഖലയിൽ കുറച്ച് പ്രമുഖരായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ കുടിയേറ്റക്കാർ പാലായിൽ നിന്നും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ വന്നല്ലോ ഭൂമി തേടിയിട്ട്. അവർ ചിലർ നല്ല പൈസ ആയിട്ട് വന്നിട്ട് ജന്മിയോട് ഭൂമി വാങ്ങിയിട്ട് വിലക്ക് മേടിച്ചിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം പേരും വന്നത് പണിയായുധങ്ങളുമായിട്ടാണ്. അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളതെല്ലാം പെറുക്കി കെട്ടി ഇങ്ങോട്ട് പോന്നു. അവർ തൂമ്പായും മൺവെട്ടിയും അങ്ങനെയുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരന്വേഷിച്ച് നടന്ന് വന്ന് അവസാനം പലരും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കല്യാണി അമ്മയുണ്ട്, അവിടെ പോയാൽ അവർ സഹായിക്കുമെന്ന് പറഞ്ഞ് കേട്ടറിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ വന്നു. ഈ അമ്മമ്മയാണെങ്കിൽ എല്ലാവരെയും സ്വീകരിക്കും വരുന്നവരെ. അപ്പോൾ അവർ ഈ യജമാനം കൊടുക്കുന്ന വനപ്രദേശമാണ്. ഇപ്പം അയ്യങ്കുന്നായാലും ആറളായാലും ഈ കിളിയന്തറ കൂട്ടുപുഴ മേഖലയൊക്കെ അന്ന് ഭയങ്കര വനപ്രദേശമാണ്. അപ്പോൾ ഇവർ ആ കാട്ടിൽ പോയി വെട്ടി തെളിയിച്ച് കൃഷി ഇറക്കാനാണ് പോകുന്നത്. കാട്ടുമൃഗങ്ങളുടെ വലിയ ശല്യമാണ്. അപ്പോൾ ഇവർക്കായിട്ടൊരു വീടൊന്നും ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരിൽ പലരും ഈ റോഡ് പുറമ്പോക്കിലൊക്കെ കുടിൽ കെട്ടിയിട്ടൊക്കെ താമസിക്കുക. അവരിൽ കുറേ കുടുംബങ്ങൾ ഈ പുരുഷന്മാരെല്ലാം ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീടിനൊരു ചെറിയ ചായ്പ് ഉണ്ട്, ഒരു ചെരിച്ച് എടുത്തിട്ടുള്ളൊരു മുറിയുണ്ട്. ആ മുറിയിൽ തങ്ങുമായിരുന്നു. അവർ അവിടെ പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യും, കിടപ്പ് ഇതിനകത്തും. അങ്ങനെയായിരുന്നു അവിടെ. അപ്പോൾ വീടൊരു അഭയകേന്ദ്രമായിരുന്നു എൻ്റെ വീടെന്ന് ഇങ്ങനെ വരുന്ന കുറേ കുടുംബങ്ങൾക്ക്. ആ കുടുംബങ്ങൾ ഇന്ന് പലരും നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അവർ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അവർ. പക്ഷേ ആ ബന്ധം, എൻ്റെ അമ്മമ്മയോടുള്ള ബന്ധം അവർക്കൊരു അഭേദ്യ ബന്ധമായിരുന്നു. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ അതിലൊരു പങ്ക് എൻ്റെ അമ്മമ്മക്ക് കൊടുക്കാൻ കൊണ്ടുവരും. വലിയ ചേന, ചേമ്പ്, കാച്ചിൽ, ഇതെല്ലാം ഞങ്ങൾക്കന്ന് കുട്ടിക്കാലത്ത് നല്ല സുഭിക്ഷതയായിരുന്നു. കാരണം എല്ലാവരും അധ്വാനിച്ചാൽ ഓരോ പങ്ക് ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം കൊണ്ടുതരും. അങ്ങനെ ഒരു സ്മരണയാണ് കുടിയേറ്റത്തെ കുറിച്ചുള്ളത്. അതായത് കുടിയേറ്റക്കാരാണ് ഈ മണ്ണിൻ്റെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തിയത്. അവർക്ക് ഞാൻ ഇപ്പോഴാലോചിക്കുന്ന, ഞാൻ ജനപ്രതിനിധിയായിട്ട് വരുവാണെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഇലക്ഷന് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ്. അതേ അല്ല. ഒരു കുടിയേറ്റത്തിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞ തലശ്ശേരി രൂപത പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വന്ന വരവിനെ കുറിച്ചൊക്കെ ഒരു കവിതയൊക്കെ ഉണ്ട് അതിനകത്ത്, എങ്ങനെയാണ് കുറേ പേര് ഇവിടെ എത്തിയതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ അധ്വാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്നുണ്ടാവുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ എങ്ങനെയെന്നുള്ളത് പിന്നീട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും അതൊരു വലിയ സംഭവമായിരുന്നു ആ കുടിയേറ്റം എന്നുള്ളതാണ്.